ക്ലാസ്സിലേക്ക് സ്വാഗതം. കീം, NDA, JEE തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണിത്. ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് 7 എപ്പിസോഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 8ാമത്തെ ക്ലാസ് ആണ്. തീർച്ചയായും ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത ക്ലാസ്സുകളൊക്കെ കണ്ടാൽ എക്സാമിനേഷന് ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന പോർഷനുമായി ബന്ധപ്പെട്ട് കീം എക്സാമിനേഷന് 3 to 5 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം. അതിൽ 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ +1 പഠിച്ച പോർഷനുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാൽ 1-2 ക്വസ്റ്റ്യൻസ് അതിനും അപ്പുറം ചില കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡി മൂവിയേഴ്സ് തിയറവും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ക്യൂബ് റൂട്ട് ഓഫ് 1. അതാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്നത്. 1ന്റെ ക്യൂബ് റൂട്ട് 1⁻⁴ അത് കണ്ടെത്തണം. ദാറ്റ് ഈസ് എന്താണ്, x എന്നിരിക്കട്ടെ. എങ്കിൽ എക്സിന്റെ വാല്യൂ കാണാനുള്ള മെത്തേഡ് ക്യൂബിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും ക്യൂബ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ക്യൂബ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, x³ ഈക്വൽ ടു ഇവിടെ ക്യൂബ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1. x³ ഈക്വൽ ടു 1, x ഈക്വൽ ടു 1 1 1. 3 റൂട്ടുണ്ട്, 3 റൂട്ട് 1 1 1. അങ്ങനെയാണ് പല കുട്ടികളും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. x³ ഈക്വൽ ടു 1 ആണെങ്കിൽ ഒരു റൂട്ട് 1 തന്നെയാണ്, മറ്റ് 2 റൂട്ട് 1 അല്ല, 2 കോംപ്ലക്സ് റൂട്ടുകളാണ്. അത് ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കാനുള്ളത്. x³ ഈക്വൽ ടു 1 ആണെങ്കിൽ x ഈക്വൽ ടു 1 which is the only one real root. other 2 roots are എന്താണ്, കോംപ്ലക്സ് റൂട്ട്സ്. അത് എന്തെന്ന് ആദ്യം കണ്ടെത്തണം. അതിനുവേണ്ടി we have x³ ഇത് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ -1 ഈക്വൽ ടു 0. 1നെ 1³ എന്ന് എഴുതാമല്ലോ. ഒരു ഐഡന്റിറ്റി നിങ്ങൾക്കറിയാം, a³ - b³ a - b x - 1 into x² plus x plus 1 equal to 0. Formula a³ - b³ equal to a - b into a² plus ab plus b². അറിയേണ്ടതാണ്. ആ ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതി. x - 1 equal to 0, that is x equal to 1. ഒരു റൂട്ട് കിട്ടി. റിമൈനിങ് 2 റൂട്ട്സ് കണ്ടെത്തണം. അതിനുവേണ്ടി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. x² plus x plus 1 equal to 0. -b പ്ലസ് ഓർ മൈനസ് അപ്ലൈ ചെയ്യുക. -b b എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് b², b എന്ന് പറഞ്ഞാൽ 1 1² 1 -4 into a എന്ന് പറഞ്ഞാൽ 1, c എന്ന് പറഞ്ഞാലും 1 ഹോൾ ഡിവൈഡഡ് ബൈ 2a. a 1 ആണ്, അപ്പോൾ 2 into 1 2 which is equal to -1 plus or minus root -3. 1 - 4 -3 by എന്താണ് 2 which is equal to -1 plus or minus root -3 എന്ന് പറഞ്ഞാൽ I √3 എന്ന് എഴുതാം. ബാലപാഠം root -1 I ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2. സോ x equal to എന്തൊക്കെയാണ് റൂട്ട്സ്? ഒരു റൂട്ട് x equal to 1 which is the real root. Other 2 complex roots are x equal to first one -1 plus I √3 by 2. Another one ഇതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും, that is എന്താണ്, -1 minus I √3 by എന്താണ് 2. So cube root of unity are cube root of unity are 1, -1 plus I √3 by 2. Finally -1 minus I √3 by 2. So cube root of unity എന്ന് പറയുന്നത് ഇത് 3ഉമാണ്. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ഇതിനെ ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് റൂട്ട് 1, ഈ റൂട്ടിനെ നമ്മൾ ഒമേഗ എന്ന് പറയും. w അല്ല, ഒമേഗ. നെക്സ്റ്റ് വൺ എന്താണ്, ω². സോ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? 1, ω². സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ. വേർ ഒമേഗ എന്ന് പറഞ്ഞാൽ ദിസ് വൺ, ω² എന്ന് പറഞ്ഞാൽ ദിസ് വൺ. അറിയണം, ഇത് ω², ഇതെന്താണ് ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം ഓഫ് റൂട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് 1 പ്ലസ് ω² ഈക്വൽ ടു എന്തായിരിക്കും? 0. വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ദീസ് ത്രീ റൂട്ട്സിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. അതുപോലെ ഈ 3 റൂട്ടിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 into ω into ω², that is equal to 1. അതായത് 3 കൂടെ മൾട്ടിപ്ലൈ എന്ത് കിട്ടും? ω³ equal to 1. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റിസൾട്ട്. ഫസ്റ്റ് വൺ 1 plus ω² equal to 0. നെക്സ്റ്റ് വൺ ω³ equal to 1. ഇതിൽ നിന്ന് 1-2 സ്റ്റാൻഡേർഡ് റിസൾട്ട് കൂടെ മനസ്സിലാക്കുക.
ഒമേഗ റൈസ് ടു 3r 3യുടെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ ഈസ് ഓൾവേസ് 1. ഒമേഗ റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ ആൻസർ 1. ഒമേഗ റൈസ് ടു 9 ആൻസർ 1. ഒമേഗ റൈസ് ടു 12 ആൻസർ 1. ഐയുടെ പവേഴ്സ് ഓർമ്മയുണ്ടോ? ഐ റൈസ് ടു 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ 1. അതിന് സമാനമായി ഇവിടെ ഒമേഗ റൈസ് ടു മൾട്ടിപ്പിൾ ഓഫ് 3 വന്നാൽ ആൻസർ ഈസ് ഓൾവേസ് 1. അങ്ങനെയാണെങ്കിൽ ഒമേഗ റൈസ് ടു 3r പ്ലസ് 1 എന്തായിരിക്കും? 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് 1 വന്നാൽ ആൻസർ എന്തായിരിക്കും? ഒമേഗ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒമേഗ റൈസ് ടു 4ന്റെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ. ഇത് വലിയ കാര്യമില്ല. ഒമേഗ റൈസ് ടു 4നെ ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഒമേഗ ക്യൂബ് 1 ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം 1. സിമിലർലി ഒമേഗ റൈസ് ടു 3r പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ. വലിയ കാര്യമില്ല. ഈ റിസൾട്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ പറഞ്ഞ റിസൾട്ടുകൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കീം NDA JEE എല്ലാ എക്സാമിനേഷൻ സ്ഥിരമായി ചോദിക്കും. ഈ വർഷവും പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. If 1, omega square are the cube roots of unity, then find value of 3 plus omega square plus omega raised to 4 the whole raised to 6. നമ്മുടെ +1 +2 വിദ്യാഭ്യാസ കാലത്തെ അറിവ് വെച്ച് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റണമെന്നില്ല. ഇന്ന് പഠിപ്പിച്ച ആ ഷോർട്ട് കട്ട് അറിയണം. കാരണം ഇത്തരം പ്രോബ്ലംസ് +1ലും +2ലും നമ്മൾ പഠിക്കുന്നില്ല. സംതിങ് ന്യൂ നമ്മൾ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് പോകുമ്പോൾ അറിയേണ്ടതുണ്ട്. അത്തരം ക്ലാസ്സുകളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, തിരിച്ചു വരൂ. We have to find 3 plus omega square plus omega raised to 4 the whole raised to 6, which is equal to 3 plus omega square. അതുപോലെ എഴുതി. Now omega raised to 4 എന്താണ് വാല്യൂ? തൊട്ട് മുന്നേ സൂചിപ്പിച്ചു. omega raised to 4 എന്ന് പറഞ്ഞാൽ omega cube into omega എന്ന് എഴുതാം. omega cube ന്റെ വാല്യൂ 1 into omega എന്താണ്? omega. So omega raised to 4നെ എനിക്ക് എങ്ങനെ എഴുതാം? omega എന്ന് എഴുതാം. whole raised to എന്താണ്? 6 equal to another important result 1 plus omega square equal to 0. അങ്ങനെയാണെങ്കിൽ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്തായിരിക്കും? ഇതിൽ നിന്ന് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഈ രണ്ട് റിസൾട്ട് വെച്ചുള്ള കളിയാണ്, വേറെ ഒന്നുമില്ല. സോ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്താണ്? -1. സോ ഇവിടെ വരിക 3 ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്താണ്? -1 the whole raised to 6. 3 minus 1 2 raised to 6 എന്താണ്? നിങ്ങൾക്കറിയാം 64. സിമ്പിൾ അല്ലേ? ലെസ് ദാൻ 30 സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാൻ സാധിക്കും കാര്യങ്ങൾ അറിയാമെങ്കിൽ. ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇഫ് 1, omega square are the cube roots of unity, then find 1 plus omega into 1 plus omega square into 1 plus omega raised to 4 into 1 plus omega raised to 8. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സാധാരണ കുട്ടികൾ എന്ത് ചെയ്യും? നിരത്തി പിടിച്ച് എക്സ്പാൻഡ് ചെയ്യും, വിവരം അറിയും, ആൻസർ കിട്ടൂല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിക്കോളൂ. വി ഹാവ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് ദിസ് പ്രോഡക്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ 1 പ്ലസ് ഒമേഗ. നമ്മുടെ എല്ലാ റിസൾട്ടും ഈ രണ്ടെണ്ണത്തിലുണ്ട്. വി ഹാവ് 1 പ്ലസ് ഒമേഗ ഈക്വൽ ടു എന്താണ്? ഫ്രം ദിസ് റിസൾട്ട് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് ഒമേഗ ഈക്വൽ ടു എന്ത് വരും? -ഒമേഗ സ്ക്വയർ. സോ 1 പ്ലസ് ഒമേഗ എന്ന് പറഞ്ഞാൽ -ഒമേഗ സ്ക്വയർ ഫ്രം ദിസ് റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ what is 1 plus omega square? 1 plus omega square equal to -omega. ബ്രാക്കറ്റ് കൊടുത്ത് എഴുതി പോവുക. നെക്സ്റ്റ് എന്താണ് 1 plus omega raised to 4? ഓൾറെഡി പറഞ്ഞു omega raised to 4 എന്ന് പറഞ്ഞാൽ omega cube into omega, that is omega. കാരണം omega cube 1 ആണ്. സോ ഇത് ആക്ച്വലി എന്താണ്? 1 plus omega. 1 plus omega വാല്യൂ എന്താണ്? -omega square. നെക്സ്റ്റ് 1 plus omega raised to 8. അതിനുവേണ്ടി omega raised to 8ന്റെ വാല്യൂ കണ്ടെത്തുക. omega raised to 8 equal to omega raised to 6 into omega square. ഇവന്റെ വാല്യൂ 1 into omega square. അപ്പോൾ 1 plus omega raised to 8 എന്ന് പറഞ്ഞാൽ 1 plus എന്ത് കിട്ടും? omega square. എന്താണ് 1 plus omega square? ഓൾറെഡി എഴുതി, that is -omega. സംഗതി കഴിഞ്ഞു. equal to ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഒമേഗ സ്ക്വയറും ഒമേഗയും ഒമേഗ ക്യൂബ്, ഒമേഗ സ്ക്വയറും ഒമേഗയും വീണ്ടും ഒമേഗ ക്യൂബ്. മൈനസും പ്ലസ് മൊത്തത്തിൽ പ്ലസ് ആയി. ഒമേഗ ക്യൂബ് 1 ഒമേഗ ക്യൂബ് 1. സോ ആൻസർ ഈസ് 1. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് -1 plus √-3 by 2 the whole raised to 100 plus -1 minus √-3 by 2 the whole raised to 100.
സാധാരണ രീതിയിൽ ഈ പ്രോബ്ലം കാണുമ്പോഴേ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകാനാണ് പതിവ്. കാരണം സംതിങ് റൈസ് ടു 100 ഒക്കെ കാണണ്ടേ, സിമ്പിൾ ആണ്. നോക്കിക്കോളൂ, -1 പ്ലസ് √-3 എന്ന് പറഞ്ഞാൽ i√3 എന്ന് നിങ്ങൾക്ക് അറിയണം by 2 the whole raised to 100 plus -1 minus again √-3 എന്ന് പറഞ്ഞാൽ i√3 by 2 the whole raised to 100 എന്ന് എഴുതാം. ഇത്രയും എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇവന്റെ വാല്യൂ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? വി ഹാവ് ഒമേഗ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 പ്ലസ് i√3/2. അതല്ലേ ഇവൻ -1 പ്ലസ് i√3/2 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം ഒമേഗയാണെന്ന്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ റൈസ് ടു എന്തുണ്ട് 100 പ്ലസ് again ഇതിനെ എന്താ പറയുന്നത്? -1 minus i√3/2 that is എന്താണ്? ഒമേഗ സ്ക്വയർ എന്നാണ് പറയുന്നത്. സോ which is എന്താണ്? ഒമേഗ സ്ക്വയർ റൈസ് ടു എന്താണ് 100 അല്ലേ? ഈ സംഗതി ഒമേഗ സ്ക്വയർ റൈസ് ടു 100. again what is ഒമേഗ റൈസ് ടു 100? ഒമേഗ റൈസ് ടു 100നെ ഇങ്ങനെ എഴുതാം. ഈ 100ന് മുന്നേയുള്ള 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. 100ന് തൊട്ട് മുന്നേയുള്ള 3യുടെ മൾട്ടിപ്പിൾ എന്താണ്? 99. സോ ഒമേഗ റൈസ് ടു 100 can be written as ഒമേഗ റൈസ് ടു 99 into ഒമേഗ. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടത്തില്ലേ? കിട്ടും. പ്ലസ് അതുപോലെ ഇത് ആക്ച്വലി എന്താണ്? ഒമേഗ റൈസ് ടു 200 ആണ് അല്ലെ? ഒമേഗ സ്ക്വയർ ഹോൾ റൈസ് ടു 100 എന്ന് പറഞ്ഞാൽ ഒമേഗ റൈസ് ടു 200. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 200ന് തൊട്ട് മുന്നേയുള്ള 3യുടെ മൾട്ടിപ്പിൾ ഒമേഗ റൈസ് ടു 198. 6×3 18 കറക്റ്റ് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും 3 കൊണ്ട്. ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാം. സോ ഒമേഗ റൈസ് ടു 200 that can be written as ഒമേഗ റൈസ് ടു 198 into ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഇവന്റെ വാല്യൂ എന്താണ്? 1. ഒമേഗ റൈസ് ടു 3യുടെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ ഈസ് ഓൾവേസ് 1. 1 into ഒമേഗ പ്ലസ് ഒമേഗ റൈസ് ടു 198 again multiple of 3 so value 1. 1 into ഒമേഗ സ്ക്വയർ ഇതല്ല നമ്മുടെ ആൻസർ. ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 എങ്കിൽ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു -1 കിട്ടി. 4 മാർക്കാണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് z ഈക്വൽ ടു √3 പ്ലസ് i by 2 then find value of z raised to 69. z equal to this one, then we have to find z raised to 69. that means this term raised to 69 അതാണ് കാണേണ്ടത്. സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും റിസൾട്ടുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന ചിന്ത വരണം. √3 പ്ലസ് i/2 ഇതിന് സമാനമായ ഒരു സംഗതിയാണ് നമ്മൾ ഒമേഗ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒമേഗയുടെ ടേംസിലോട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ? ആ ചിന്തയാണ് വരേണ്ടത്. അതിനുവേണ്ടി വി ഹാവ് ഒമേഗ ഈക്വൽ ടു എന്താണ്? -1 പ്ലസ് i√3/2. നെക്സ്റ്റ് രണ്ട് സൈഡും ഒരു i മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ i ഒമേഗ ഈക്വൽ ടു ഇവിടെ i മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ i കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. -1 into i എന്ത് കിട്ടും? -i. ഇവിടെ i മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i സ്ക്വയറിന്റെ വാല്യൂ -1. സോ -√3 ബൈ എന്ത് കിട്ടി? 2. ദാറ്റ് ഈസ് i ഒമേഗ ഈക്വൽ ടു ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? മൈനസ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ആദ്യം +√3 പ്ലസ് i ബൈ എന്താണ്? 2 എന്ന് കിട്ടും. ഒരു മൈനസ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ √3 പ്ലസ് i ബൈ 2. ദാറ്റ് ഈസ് i ഒമേഗ ഈക്വൽ ടു മൈനസ് ഈ സംഗതി എന്താണ്? √3 പ്ലസ് i/2. √3 പ്ലസ് i/2 എന്ന് പറഞ്ഞാൽ എന്താണ്? z എന്ന് കിട്ടി. സോ ഈ മൈനസ് എന്താണ്? വീണ്ടും വേണമെങ്കിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ, നോ പ്രോബ്ലം. z ഈക്വൽ ടു -i ഒമേഗ എന്ന് കിട്ടും. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് z ഈക്വൽ ടു -i ഒമേഗ. വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? z റൈസ് ടു 69. ദാറ്റ് ഈസ് z റൈസ് ടു 69 ഈക്വൽ ടു -i ഒമേഗ റൈസ് ടു 69 which is equal to മൈനസ് റൈസ് ടു 69. നിങ്ങൾക്കറിയാം -1 റൈസ് ടു n ഈക്വൽ ടു -1 ഇഫ് n ഈസ് ഓഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. -1 റൈസ് ടു 99 വന്നാൽ ആൻസർ എന്തായിരിക്കും? -1. -1 റൈസ് ടു ഈവൻ നമ്പർ വന്നാൽ +1 ആയിരിക്കും. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. സോ -1 റൈസ് ടു 69 ഓഡ് നമ്പർ. സോ ആൻസർ -1. ദാറ്റ് ഈസ് സിംപ്ലി മൈനസ് എന്ന് എഴുതി. നെക്സ്റ്റ് i റൈസ് ടു 69. പഴയ കാര്യങ്ങൾ അറിയണം. വാട്ട് ഈസ് i റൈസ് ടു 69? നിങ്ങൾക്കറിയാം i റൈസ് ടു 4n ഈക്വൽ ടു 1. i റൈസ് ടു 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ 1. അപ്പൊ ഇവനെ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് എഴുതുക. i റൈസ് ടു എന്താണ്? 68
ഒരു 4 4 28 7 4 28 പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇൻറ്റു എന്താണ് ഐ. സോ ഐ റൈസ് ടു 69 എങ്ങനെ എഴുതാം? ഐ റൈസ് ടു 68 ഇൻറ്റു ഐ. ഇവന്റെ വാല്യൂ എന്താണ്? 1. 1 ഇൻറ്റു ഐ എന്താണ്? ഐ. സോ ഐ റൈസ് ടു 69 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ. സോ ഐ റൈസ് ടു 69 ഐ. ഈ മൈനസ് 1 റൈസ് ടു 69 ആണ് മൈനസ് എഴുതിയത്. ഐ റൈസ് ടു 69 ഐ എന്ന് എഴുതി. നെക്സ്റ്റ് വാട്ട് ഈസ് ഒമേഗ റൈസ് ടു 69? വെരി സിമ്പിൾ. ഒമേഗ റൈസ് ടു 3യുടെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ 1. 6 into 9 അല്ലെ 69. 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 69 is a multiple of 3. സോ ഒമേഗ റൈസ് ടു 69 1 മൈനസ് ഐ ഇൻറ്റു 1 ദാറ്റ് ഈസ് മൈനസ് ഐ എന്ന് കിട്ടും. ചെറിയൊരു പണിയുണ്ട്, പക്ഷെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റുമാണ്. ക്വസ്റ്റ്യൻ അഗൈൻ കീം എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ. Find value of 1 plus I root 3 the whole raised to 4 plus 1 minus I root 3 the whole raised to 4. ഇത് കാണുമ്പോൾ മെജോറിറ്റി കുട്ടികളും ചാടിക്കേറി എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 4 ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യും. ആൻസർ ഒക്കെ കിട്ടും. ഒരു 10 മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ലെസ് ദാൻ 60 സെക്കൻഡ്സിൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നോക്കിക്കോളൂ, ഇവന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. എക്സ്പാൻഡ് ചെയ്താൽ സമയമെടുക്കും. അപ്പൊ ചിന്ത ഷോർട്ട് കട്ട് മെത്തേഡിലേക്ക് പോകണം. 1 പ്ലസ് ഐ റൂട്ട് 3 എവിടെയോ കണ്ടു മറന്നതുപോലെ 1 പ്ലസ് ഐ റൂട്ട് 3 ഈ ടേംസുമായി ബന്ധമുണ്ട്. അപ്പോൾ ഒമേഗയുടെ ടേമിലോട്ട് ഇവനെ എഴുതണം. അതിനുവേണ്ടി we have omega square equal to -1 minus I root 3 by 2. Just cross multiply ചെയ്യുമ്പോൾ 2 omega square equal to -1 minus I root 3. ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ ഔട്ട്സൈഡ് എടുത്താൽ 1 plus I root 3 എന്ന് കിട്ടും. ശരിയല്ലേ? 2 omega square equal to this one. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2 omega square equal to 1 plus I root 3 എന്ന് കിട്ടി. 1 plus I root 3 എന്ന് പറഞ്ഞാൽ എന്താണ്? -2 omega square എന്ന് കിട്ടിക്കഴിഞ്ഞു. സിമിലർലി ഇവനെയും നമുക്ക് ഒമേഗയുടെ ഭാഷയിലോട്ട് മാറ്റണം. അതിനുവേണ്ടി we have omega equal to, now അടുത്ത സ്റ്റെപ്പ് ആണ് കേട്ടോ. now omega equal to -1 plus I root 3 by 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 omega equal to ഒരു മൈനസ് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുന്നു. മൈനസ് ഔട്ട്സൈഡ് എടുത്താൽ എന്ത് വരും? ഇത് +1 ആകും. ഇതെന്താകും? -I root 3 എന്നാകും. 1 minus I root 3. 1 minus I root 3 ഐയിലെ ഇൻ ടേംസ് ഓഫ് ഒമേഗയിൽ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2 omega equal to 1 minus I root 3 എന്ന് കിട്ടും. മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് which is equal to ഇവന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. 1 plus I root 3. 1 plus I root 3 എന്ന് പറഞ്ഞാൽ -2 omega square. -2 omega square. അവന്റെ റൈസ് ടു 4. That term റൈസ് ടു 4. നെക്സ്റ്റ് 1 minus I root 3. സെന്ററിൽ പ്ലസ് ഉണ്ട് കേട്ടോ. സെന്ററിൽ പ്ലസ് ഇട്ടു. 1 minus I root 3. 1 minus I root 3 എന്ന് പറഞ്ഞാൽ -2 omega. -2 omega റൈസ് ടു എന്താണ്? 4. equal to -2 raised to 4. -2 raised to 4 എന്ന് പറഞ്ഞാൽ 16. -2 നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 16. അടുത്ത് ഒമേഗ റൈസ് ടു 8 എന്ന് കിട്ടും. ഒമേഗ റൈസ് ടു 8 എന്താണ് അതിന്റെ വാല്യൂ? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ റൈസ് ടു 6 into omega square. ഒമേഗ റൈസ് ടു 6 1 into omega square plus again -2 raised to 4 that is 16. അടുത്ത് ഒമേഗ റൈസ് ടു 4. ഒമേഗ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ ക്യൂബ് 1 ദാറ്റ് ഈസ് ഒമേഗ എന്ന് കിട്ടും. ഈക്വൽ ടു ഒരു 16 കോമൺ ആയിട്ട് എടുത്താൽ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ എന്ന് കിട്ടത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു എന്താണ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ? എല്ലാം ഈ 4 ഫോർമുല വെച്ചുള്ള കളിയാണ്. ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു -1. സോ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ -1 ഈക്വൽ ടു ആൻസർ കിട്ടിക്കഴിഞ്ഞു -16. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കുറച്ച് സമയം എടുത്തു. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ ലെസ് ദാൻ 1 മിനിറ്റിൽ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷനിൽ നിന്ന് ഒരു പ്രോബ്ലം ഉറപ്പായിട്ട് ഈ വർഷത്തെ കീം എക്സാമിനേഷൻ ചോദിച്ചിരിക്കും. യാതൊരു സംശയമില്ല. ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതോടൊപ്പം +1 കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററും ഭംഗിയായി നിങ്ങൾ പഠിച്ച് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ പോർഷൻ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ മറ്റൊരു പോർഷനുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.